നമ്മുടെ കുട്ടികളെ കൂടുതൽ കരുത്തരാക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കാരണം ലോകം വളരെ കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ചലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ കണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ട്രെങ്ത് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുത്താലേ അവർക്ക് ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോഴത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള കുറേ ട്യൂഷൻസും കോച്ചിങ്ങും മാത്രം കൊടുത്ത് വീട്ടിലൊക്കെ ഭയങ്കര ടിമിഡായിട്ടുള്ള വളർത്തി ഒരു ടെസ്റ്റ് ട്യൂബ് ബേബിയെ പോലെ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതിനവരെ എങ്ങനെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു പേഴ്സണാക്കി മാറ്റാം, എങ്ങനെ കുറച്ചുകൂടെ കറേജിയസ് ആക്കാം, കുറച്ചുകൂടെ കൈൻഡ് ആക്കാം, കുറച്ചുകൂടെ ഓണസ്റ്റ് ആക്കാം, എങ്ങനെ അവരെ ജീവിക്കാൻ പ്രാപ്തമാക്കാം, ഒരു 25 വയസ്സിൽ അവർ എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അതിപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം, ഇതാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. എല്ലാ കുട്ടികളും ഒരുപാട് കഴിവുകൾ ആയിട്ട് ജനിക്കുന്നില്ല. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ജനറ്റിക് ഫാക്ടേഴ്സൊന്നും എല്ലാ കുട്ടികളിലും ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് മിടുക്കരാക്കി എടുക്കുന്നത്, എങ്ങനെയാണ് അവരെ സ്ട്രോങ് ചിൽഡ്രനായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്, അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷ്വറൻസാണ് അവരെ ഏറ്റവും കൂടുതൽ സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യിക്കുന്നത്, അവർക്കൊരു സുരക്ഷിത ബോധം നൽകുന്നത്. അന്നേരമാണ് അവരുടെ ആ പൊട്ടൻഷ്യലിൻ്റെ ബെസ്റ്റ് ഫോമിലേക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടെയുണ്ട് നമ്മൾ എന്ന് അവരിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവരെ ലീഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. അത് പേരൻസോ ടീച്ചേഴ്സോ ആരും ആയിക്കോട്ടെ, കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പ് ആർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ഒന്നും അല്ല വേണ്ടത്. അങ്ങനെ പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം ഓരോ കുട്ടിയും വളരെ യുണീക്കാണ്, വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആ കുട്ടികളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അവരെ ഏറ്റവും പ്രധാനമായിട്ട് അവരെ കൈൻഡായിട്ടുള്ള, ഓണസ്റ്റായിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്യുക. അവരിൽ കൈൻഡ്നെസ് ഉണ്ടാവണമെങ്കിൽ നമ്മളവരെ കൈൻഡായിട്ട് ഗ്രൂം ചെയ്യണം. അവരിൽ ഓണസ്റ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളവരെ വിശ്വസിക്കണം. അവർക്ക് കറേജ് ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ, എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവരങ്ങനെയുള്ള കുട്ടികളായിട്ട് മാറുന്നത്. അല്ല പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഒരു കുട്ടി, ഒരു പ്രത്യേകതരം അച്ചിലിട്ട് നമുക്ക് എല്ലാ കുട്ടികളുടെയും ഫോട്ടോ കോപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഈസ് ബോൺ ആസ് എൻ ഒറിജിനൽ വൺ. അതിനെ ഒരു ഫോട്ടോ കോപ്പി ആക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒറിജിനാലിറ്റി എന്താണെങ്കിലും കുഴപ്പമില്ല. ആ ഒറിജിനാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞൊരു ഓണസ്റ്റായിട്ടുള്ള, കൈൻഡായിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള ഒരു ചൈൽഡാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ അവർ ഏത് സാഹചര്യത്തെയും സർവൈവ് ചെയ്യും. ഇനിയുള്ളൊരു കാലം വളരെ അൺസർട്ടനാണ്. എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഒരു 10 years ഫ്രം നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നമുക്കൊരു ക്ലൂ ഇല്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരെ കേപ്പബിൾ ആൻഡ് കറേജിയസ് പീപ്പിളാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഈ വളരെ പ്രധാനമായൊരു കാര്യമാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ കൊച്ചു കൊച്ചു വിഷയങ്ങളും അവരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അവരുടെ കൊച്ചു കൊച്ചു കഥകളും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിനുവേണ്ടി പേഷ്യൻ്റായിട്ടൊരു ഇയർ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല കുട്ടികളും അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ മുതിർന്നവരുടെ ഒരു പ്രശ്നം അതവർക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ എത്ര വൈകാരികമായി അല്ലെ എത്ര സീരിയസായി എത്ര മൈൻഡ്ഫുള്ളായിട്ട് ഇടപെടുന്നു, അതനുസരിച്ചായിരിക്കും നാളെ അവരുടെ വലിയ വലിയ സ്റ്റോറീസിലൊക്കെ നമ്മളുമായിട്ടുള്ള പങ്കുവയ്ക്കലും നമ്മളുമായിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ. ഇന്ന് അവർക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടെ സമയം കൊടുത്താൽ, അവരുടെ കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കുമ്പോൾ അവരിലൊരു റാപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്, അവരിൽ വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എല്ലാം ഓപ്പണാക്കി ഇടുകയാണ്. ഇതാണ് നാളെ ടീനേജിലൊക്കെ അവർ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരാനും ടൈം സ്പെൻഡ് ചെയ്യാനും സാധ്യത ഉണ്ടാവണമെങ്കിൽ അവർ ചൈൽഡ്ഹുഡിൽ അവരെ ഭയങ്കരമായിട്ട് നമ്മൾ കേൾക്കാനും വളരെ മൈൻഡ്ഫുള്ളായിട്ട് അവരോട് ഇടപെടാനും വളരെ ഇൻട്രസ്റ്റോടെ കീൻനെസ്സോടെ അവരെ ശ്രദ്ധിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. അത് അവർക്ക് ആ ഫീഡ്ബാക്ക് കിട്ടണം. അപ്പോഴാണ് അവർക്കൊരു റാപ്പോ ഫീൽ ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാനും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും അവർ വളരും തോറും നമ്മളുമായിട്ട് കൂടുതൽ ആശയവിനിമയം നടത്താനും ഒക്കെ അവർക്ക് ആഗ്രഹം വരും. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല.
അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവർക്ക് പിന്നെ ഏറ്റവും അടുത്തുള്ള പേരൻ്റ് അവർക്ക് ഒരുപാട് അകലെ ഉള്ളതായിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്നു. അത് അവരുടെ അരക്ഷിതാവസ്ഥ കൂട്ടും, അവരുടെ ഇൻസെക്യൂരിറ്റി കൂട്ടും, അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയ്ക്കും. അതാണ് പ്രശ്നം. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം അവരിൽ വാല്യൂസ് ഉറപ്പിക്കുക, അവരുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ റിലവൻസ് ഒന്നും എഡ്യൂക്കേഷനിലൊന്നും കാണുന്നില്ല, പേരൻറ്റിങ്ങിലും കാണുന്നില്ല. നല്ല വാല്യൂസ് അവരെ പഠിപ്പിക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അവന് ഡിസിഷൻസ് എടുക്കേണ്ട വരുമ്പോഴെല്ലാം അവൻ്റെ വാല്യൂസാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഏതുതരം ബന്ധങ്ങളിൽ ഏർപ്പെടണം, ഞാൻ ജീവിതത്തിൽ ഏതുതരം കാര്യങ്ങൾ വാങ്ങിക്കണം, ഏതുതരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതുതരം ലക്ഷ്യങ്ങൾ വയ്ക്കണം, ഇതെല്ലാം ഒരു കുഞ്ഞിൻ്റെ വാല്യൂസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല വാല്യൂസ് കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഡിസിഷൻസിനെ അത് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ ബെറ്റർ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാനൊക്കെ അവർക്ക് അവസരങ്ങളുണ്ടാകും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പേരൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, വളരെ മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു പയ്യനുമായിട്ടാണ്, അവൻ്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. അപ്പോൾ ഞാൻ ആ പേരൻറ്റിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ മകളുടെ തിരഞ്ഞെടുപ്പുകൾ അവളുടെ ഉള്ളിലെ വാല്യൂസ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ അവൾക്ക് ചേരുന്നതെന്ന് തോന്നുന്നതുമായിട്ടാണ് അവൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ അവൾക്ക് നമ്മൾ നല്ല വാല്യൂസൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവൾ ആ വാല്യൂസിന് ചേരുന്ന ആൾക്കാർ, അവളുടെ ഡിസിഷൻസിൽ അവളുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അതിന് ചേരുന്ന ആൾക്കാരുമായിട്ട് അവൾ കൂട്ടുകൂടുമായിരുന്നു. പലപ്പോഴും മോശപ്പെട്ട വഴികളിലൊക്കെ കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു കാരണം അവർക്കൊരു വാല്യൂ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പലപ്പോഴും മറന്നുപോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ക്യാരക്ടറിന് സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് അവരുടെ സ്വന്തമായി അവർക്കൊരു ഭാവം ഉണ്ടായിരിക്കണം, അവരാരാണെന്ന് അവർക്കൊരു ബോധ്യവും ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു ബോധ്യവുമുള്ള കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിപ്പോവില്ല. അവർക്കറിയാം അവരെ ഗാർഡ് ചെയ്യാൻ, അവരെവിടെയാണ് നിൽക്കേണ്ടത്, ആരുമായിട്ടൊക്കെ ഇടപെടണം, ആരുമായിട്ടൊക്കെ ഇടപെട്ടുകൂടാ. പിയർ പ്രഷറിലൊക്കെ ഡൈല്യൂട്ടഡ് ആകാതെ നിൽക്കുന്നത് ആ ക്യാരക്ടറിൽ സ്ട്രെങ്ത് ഉള്ള കുട്ടികളാണ്. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. അവിടെ പോസിറ്റീവ് സെൽഫ് ഇമേജ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ അവരാരാണ്, അവരെ എന്തിനു കൊള്ളാം, എന്തൊക്കെയാണ് അവരുടെ റെസ്പെക്റ്റ് ഫാക്ടേഴ്സ്, ഡിഗ്നിറ്റി ഫാക്ടേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വാല്യൂ കൊടുക്കുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് തന്നെ ഒരു ബോധമുണ്ടെങ്കിൽ അവരെല്ലാവരുടെയും കയ്യടി വാങ്ങിക്കാനോ എല്ലാവരുടെയും ഇഷ്ടം വാങ്ങിക്കാനോ ഒന്നും പോവില്ല, എല്ലാവരുടെയും അപ്രൂവലിനായിട്ട് അവർ പോവില്ല. അവർക്ക് അവരുടേതായ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ, ഫോക്കസൊക്കെ ആയിട്ട് അവർ സമൂഹത്തിൽ ഡിഫറൻ്റായിട്ട് നിൽക്കും. അവരെല്ലാവരുമായിട്ട് ചേരുമ്പോൾ പോലും അവരുടെ ഐഡൻറ്റിറ്റിയെ പ്രിസർവ് ചെയ്യാൻ അവർക്ക് കഴിയും. ഇതാണ് വാല്യൂസും ക്യാരക്ടറും ഒക്കെ കുട്ടികളിലേക്ക് വരുമ്പോഴുള്ളൊരു ഗുണം. പക്ഷേ ഇതിന് പേരൻസ് എങ്ങനെയാണ് ഇത് കുട്ടികളിൽ എത്തിക്കുന്നത്? പലപ്പോഴും ഇത് മോഡൽ ചെയ്ത് മാത്രം എത്തിക്കാൻ പറ്റുന്നതാണ്. പേരൻസും അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരുമൊക്കെ നല്ല മോഡൽസ് ആണെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് വലിയ കാര്യങ്ങൾ കാണും. ഇപ്പോൾ തന്നെ ഇലക്ഷനൊക്കെ നടക്കുകയായിരുന്നു. ആ ഇലക്ഷനിലൊക്കെ വളരെ ഡീസൻ്റായിട്ട്, വളരെ നോബിളായിട്ട് ആ ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്ത് വിജയം വരിച്ച ഒരുപാട് പേരുണ്ട്. എന്നാൽ വളരെ കൃത്രിമമായിട്ടും മോശമായിട്ടും പിന്നെ കുറുക്കുവഴികൾ ഉപയോഗിച്ചുമൊക്കെ അത്തരം വിജയങ്ങൾ നേടിയവരുണ്ട്. ഇത് കുട്ടികൾക്ക് ഓരോ സന്ദേശങ്ങളാണ് കൊടുക്കുന്നത്. ആ നോബിളായിട്ടും ഡീസൻ്റായിട്ടുമൊക്കെ വിജയിക്കാമെന്ന് ഒരുപാട് പേര് ചെറുപ്പക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. അല്ലാതെ എല്ലാം കൃത്രിമത്തിലൂടെയും ഉഡായിപ്പിലൂടെയും മാത്രമേ നടക്കുകയുള്ളൂ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ കൂട്ടിക്കൊടുത്താൽ അവരിൽ ഈ വാല്യൂസും ക്യാരക്ടറും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. പല കുട്ടികളോടും പേരൻസ് തന്നെ പറയുന്നത് ഈ വലിയ വാല്യൂസ് കൊണ്ടൊന്നും കാര്യമില്ല, വിജയം നേടുന്നതാണ് പ്രധാനം, നേട്ടങ്ങൾ കൊയ്യുന്നതാണ് പ്രധാനം, മുമ്പിലെത്തുന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു തെറ്റായ മെസ്സേജുണ്ട്. പല ആൾക്കാരും ജീവിതത്തിൽ മുമ്പിലെത്തിയിട്ടും അവർക്ക് യാതൊന്നും നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് അവർ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പിലെത്തുന്നതിനേക്കാളും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയായ മാർഗത്തിലൂടെ പോകുന്നു എന്നുള്ളതിന് മാർഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ മീൻസ് വളരെ പ്രധാനമാണ്. ആ മാർഗങ്ങൾ നല്ലതല്ലെങ്കിൽ ആ നേട്ടങ്ങൾക്ക് യാതൊരു വിശുദ്ധിയുമില്ല. ഇതെല്ലാ കാലവും ആ വാല്യൂസ് വളരെ റിലവൻ്റാണ്. അല്ല, ഇപ്പം ആധുനിക ലോകത്ത് അതിനൊന്നും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. വളരെ മോശപ്പെട്ട അത്തരം ട്രെയിനിങ്ങുകളും അത്തരം പിന്നെ ഒക്കെ ഗൈഡൻസും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്.
ഇതിൽ നിന്ന് കുട്ടികളെ ഗാർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുറേ വെട്ടിപ്പിടിക്കുന്നതല്ല, ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കുന്നത് വലിയ വാല്യൂസ് ആണെന്ന് കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്യന്തികമായ വിജയം നമുക്ക്, സസ്റ്റൈനബിളായിട്ടുള്ള വിജയം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർഗങ്ങളിലൂടെ വളരെ മെച്ചപ്പെട്ടതും വളരെ ഉന്നതവുമായിരിക്കണം. പക്ഷേ അത് ഇച്ചിരി ദുർഘടമാണ് അത്തരം വഴികൾ. ഐ ടുക്ക് ദ റോഡ് ലെസ് ട്രാവൽഡ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. എല്ലാവരും പോകുന്നൊരു വഴിയല്ല അത്. പക്ഷെ അങ്ങനെ എല്ലാവരും പോകുന്ന വഴിയിൽ എത്ര പേർക്ക് ഒരു സിഗ്നിഫിക്കൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാവരും പോകുന്ന വഴി നമ്മൾ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് അവരെ കറക്റ്റ് ചെയ്യണം. ഞാൻ പലപ്പോഴും പാരൻസിനോടൊക്കെ പറയാറുണ്ട്, അവരെ കറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അവർക്കൊരു ഭാഗ്യമാണ്. ഒരു കറക്ഷനും ആവശ്യമാണ്. കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചില കറക്ഷൻസും ചില ഡയറക്ഷൻസും ചില റീഓർഗനൈസിങ്ങും ഒക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അവർക്കൊരു നല്ല മെൻറ്ററിനെയൊക്കെ ആവശ്യമാണ്. ചിലപ്പോൾ നല്ലൊരു ടീച്ചർ ഇൻ ഇറ്റ്സ് ഫുള്ളസ്റ്റ് ഫോം. നല്ലൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ കുറേ അറിവ് മാത്രം കൊടുക്കുന്നവരല്ല, ഗൈഡ് ചെയ്യുന്നവരാണ്, അവരെ മെൻറ്റർ ചെയ്യുന്നവരാണ്, അവരെ ഓർഗനൈസ് ചെയ്യുന്നവരാണ്, തിരുത്തുന്നവരാണ്, അവർക്ക് വേണ്ട ശകാരങ്ങളൊക്കെ കൊടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് കുട്ടിയുമായിട്ട് നല്ല ഇമോഷണൽ ബന്ധമുണ്ടെങ്കിൽ, നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതൊട്ടും മോശമായിട്ട് തോന്നുമില്ല. അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്യണം. അവരെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവരെ കൺവിൻസ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടിയുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. വളരെ ലോ കോൺഫിഡൻസ് ആണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പേരൻസൊക്കെ എപ്പോഴും ആ കുട്ടിയെ അങ്ങ് കുറ്റങ്ങൾ പറയുകയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ചുമ്മാ നിങ്ങൾ കുറ്റം പറയണം, അവൾക്ക് പഠിക്കാനൊന്നും അറിയത്തില്ല. ഓക്കെ, അവളൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലുമായിട്ട് അവളെ കണക്ട് ചെയ്തിട്ടുണ്ടോ? അവൾ പരീക്ഷയ്ക്കെല്ലാം എഴുതുന്നതൊക്കെ വളരെ മോശമായിട്ട്, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആരെങ്കിലും അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നും അവർക്കൊരു ഓറിയൻറ്റേഷനും കൊടുത്തിട്ടില്ല. അങ്ങനെ ആരും ക്ഷമയോടിരുന്ന് അവൾക്ക് അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പഠിക്കുന്നതിൻ്റെ വാല്യൂ അറിയില്ല. അടുത്തൊരു കമൻറ്റാണ്, പഠിക്കുന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും അതിനോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? So instead of complaining and finding fault with the children, what we have to do is calm down and discuss. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അതാണ് കറക്ഷൻ. ആ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു കറക്ഷനാണ്. നമ്മളെ ഇപ്പോൾ യു തിങ്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ, അത് ചിലപ്പോൾ നിനക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിലൊക്കെ ചെയ്യാനായിട്ടുള്ള ഓറിയൻറ്റേഷൻസും സജഷൻസും ഒക്കെ കൊടുത്ത്, ചില കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് വളരെ ക്ഷമയോടുകൂടി അവരോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് അവരുമായിട്ട് നല്ല ഡിസ്കഷൻസിലേക്ക് വരാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പലപ്പോഴും അത് കഴിയുന്നില്ല. അപ്പോൾ കറക്ഷൻസ് ഒന്നും കുട്ടികൾക്ക് ശരിയായ ടൈമിൽ കിട്ടാത്തത് കൊണ്ടാണ് അവർ പിന്നീട് വലിയ കുഴപ്പങ്ങളിലും വലിയ വീഴ്ചകളിലും ഒക്കെ ചെന്നെത്തുന്നത്. ഓരോ പ്രായത്തിലും അവർക്ക് കൊടുക്കേണ്ട കറക്ഷൻസ് ക്ഷമയോടെ നമുക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പലപ്പോഴും അവർക്ക് തോൽക്കാനും അവസരങ്ങളുണ്ടാവണം. മുമ്പുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് തോൽക്കാൻ അവസരങ്ങളില്ല. കുട്ടികൾ തോക്കട്ടെ, തോക്കുന്നതിനെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അങ്ങ് വരുത്തി തീർക്കാനോ ഒന്നും ശ്രമിക്കരുത്. തോൽക്കുന്നതിനോടുള്ള നമ്മുടെ റിയാക്ഷൻസ് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾ തോക്കുമ്പോൾ അമിതമായൊരു റിയാക്ഷനാണ്. ആസ് ഇഫ് ഈ തോൽവി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മരണമാണ്, അല്ലേ വലിയൊരു അവസാനമാണ്, എന്തോ വലിയ പാപമാണ് എന്ന മട്ടിലാണ് നമ്മൾ തോൽവിയെ കാണുന്നത്. അങ്ങനെയല്ല, തോൽവികളും ഉണ്ടാവും, തോൽവികളും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. തോൽവികളുണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? സത്യം പറഞ്ഞാൽ തോൽവികളിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഈ ഓവർകമ്മിങ്ങിലാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നത്. ചില തോൽവികളെയും പരാജയങ്ങളെയും വീഴ്ചകളെയും ഒക്കെ നമ്മൾ നേരിട്ട് അതിജീവിക്കുമ്പോഴാണ് നമ്മൾ അതിശക്തരായി മാറുന്നത്. ആ അതിശക്തി ഉണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങൾ നമുക്കുണ്ടായാലേ ഉള്ളൂ. എന്താണ് മെജോറിറ്റി മീഡിയോക്കറായി തീരുന്നത്? കാരണം അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. വളരെ കൃത്യമായിട്ട് 101 സീറ്റ് എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. ഏത് പാർട്ടിയും ആയിക്കോട്ടെ, എത്ര കൃത്യമായിട്ടാണ് എല്ലാ സ്വന്തം പാർട്ടിക്കാർ വിശ്വസിക്കുന്നില്ല, എതിരാളികളൊക്കെ കളിയാക്കുന്നു. ഇവിടെ സെഫോളജിസ്റ്റുകളും എക്സിറ്റ് പോളും ഒക്കെ നടത്തിയവർ, ഒപ്പീനിയൻ പോൾ നടത്തിയവർ ആരും അങ്ങനെ പ്രവചിക്കുന്നില്ല.
അപ്പോൾ എല്ലാവരും അതിനെ കളിയാക്കുകയോ അല്ലെ അതിനെ തെറ്റാണെന്നോ പറയുമ്പോൾ ആ മനുഷ്യൻ മാത്രം വീണ്ടും 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 കൃത്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ 101 സീറ്റ് നേടി ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു കാൽക്കുലേഷൻ കപ്പാസിറ്റി, അതിൻ്റെ ഒരു കൃത്യത, അതൊരു ടോപ്പ് ക്ലാസ് ലീഡർഷിപ്പാണ്. നമുക്ക് ഏത് പാർട്ടിയാണ് ആരാണ് എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ അത്തരം ക്വാളിറ്റികൾ. ഇതെങ്ങനെയാണ് ആ ക്വാളിറ്റി ഉണ്ടാകുന്നത്? പരാജയത്തിലൂടെ, വീഴ്ചകളിലൂടെ, റിജക്ഷനിലൂടെ, പിന്നെ തോൽവികളിലൂടെ ഒക്കെ നിരന്തരമായി അതിജീവിച്ച് വന്നുണ്ടാവുന്ന ഒരു ലീഡർഷിപ്പ് മെറ്റീരിയൽ, അതൊരു വേൾഡ് ക്ലാസ് മെറ്റീരിയലാണ്, ഒരു സംശയമില്ല. കേരളം പോലെ അത്ര ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത്ര ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയിൽ വളരെ കൃത്യമായി ഇത്തരത്തിൽ ഒരു ടാർഗറ്റ് കൊണ്ട് വെച്ച് അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഒരാളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനിൽ അതുണ്ടാക്കുന്ന ഒരു അഭിനിവേശവും ഒക്കെയുണ്ട്. അപ്പോൾ അത് അത്ര ഒരു ലക്ഷ്യം കൃത്യമായി മേളിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത് പോസിബിളാക്കാനായിട്ട് മനുഷ്യൻ അതിനനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജി പോലും അവിടെ വർക്കൗട്ടായി എന്ന് വിചാരിക്കാൻ. ഇതൊക്കെ നമ്മൾ ലോകത്ത് കാണുന്ന ഓരോ മാതൃകകൾ. ഇപ്പോൾ തോൽവി എന്ന് പറയുന്നത് കൊടുക്കുന്ന അവസരങ്ങൾ, അത് പഠിപ്പിക്കുന്ന ലെസൺസ്, അതിജീവിക്കാൻ നൽകുന്ന അവസരങ്ങൾ, ആ അതിജീവനത്തിലൂടെ നേടുന്ന ശക്തി, നൈപുണ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകത്തും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവർ ജീവിതത്തിൽ വിജയിച്ച് വരേണ്ടത്. നമ്മളിങ്ങനെ ബ്രോയിലർ ചിക്കൻ പോലെ ടെസ്റ്റ് ട്യൂബിനകത്ത് വളർത്തിയെടുക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഒന്നിനുള്ള അവസരങ്ങളോ സാധ്യതകളോ കൊടുക്കാതെ ഇങ്ങനെ ഒരു പഴം പോലെ വളർത്തിയെടുത്ത് ഒരു ഓക്വേർഡായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി എ ട്രാജഡി. അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഒരു സംശയമില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായി പേരൻസ് ഈ ഒരു കോൺഫിഡൻറ്റ് കറേജിയസ് ചിൽഡ്രനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ. എസ്പെഷ്യലി ഈ ഫാദറിൻ്റെ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറവാണ് കിട്ടുന്നത്. ഫാദർ വളരെ പോസിറ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന പെൺകുട്ടികൾ വളരെ മിടുക്കരായി വരുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ ഉണ്ട്. പിന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഫാദറിൻ്റെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാമെങ്കിൽ അവരിൽ ഒത്തിരി നല്ല പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും. അവർക്കൊരു സോഷ്യൽ ഇൻ്റലിജൻസ് കൂടും. കാരണം പുരുഷൻ കുറേ കൂടെ വെൽ കണക്റ്റഡ് ആണ് വേൾഡിലെന്നുള്ളത് കൊണ്ട് പിതാക്കന്മാരുമായിട്ടുള്ള സ്പെൻഡിങ്, അവരുടെ ഒരു വേൾഡ്ലി അവെയർനെസ്സിനൊക്കെയുള്ള ഒരു വെൻറ്റിലേഷൻ കുറേ കൂടെ ബെറ്ററാകും. ഇനി ഫാദർ കൂടുതൽ ടൈം മക്കളോട് ചിലവഴിക്കുന്നിടത്ത് അമ്മയുടെ ആ ഓവർലോഡ് കുറയുകയും ചെയ്യും. പല അമ്മമാരും ഓവർലോഡഡാണ്. അടുത്തിടയിലൊരു മദർ എന്നോട് വിളിച്ചു, സാറേ എൻ്റെ മോള് ഒരു ടീനേജിൽ നിൽക്കുമ്പോൾ തന്നെ ഇളയ 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ആ ടീനേജ് കുഞ്ഞിനെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ആ മോള് ഒരുപാട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അവളുടെ ടീനേജിൽ അവൾക്ക് ഒരുപാട് ആകാംക്ഷകളും ഒരുപാട് അസ്വസ്ഥതകളും വിഷമങ്ങളും വേദനകളും ഒക്കെ കാണും. അപ്പോൾ ആ മോൾ അവർ വിളിച്ചത് തന്നെ ആ മോളങ്ങനെ സൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവളുടെ സ്മാർട്ട്നെസ്സൊക്കെ കുറയുന്നു. അവൾ പതുക്കെ വിഡ്രോ ചെയ്യുന്നതായിട്ട് തോന്നിയപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ 2 പേരൻറ്റിൽ ആരുമായിട്ടാണ് മോൾ കൂടുതൽ കംഫർട്ടബിൾ, ആരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം? അപ്പോൾ അമ്മ പറഞ്ഞത് എന്നോടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവൾക്ക് ഇഷ്ടം. ഞാനെപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നോ ഷീ ഈസ് വെരി ഹാപ്പി. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളെ കുറച്ച് നേരം ഫാദർ ഏറ്റെടുത്തിട്ട് ആ സമയം ഈ മോൾക്ക് വേണ്ടി അമ്മയ്ക്ക് സ്പെൻഡ് ചെയ്തുകൂടാ? അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പോൾ അച്ഛന് മൂത്ത മോളുമായിട്ട് റാപ്പോയും ഇല്ല, ഇളയ കുഞ്ഞുങ്ങളെ നോക്കാനും അറിയില്ല. എന്നാൽ ഇവരെല്ലാം ഒരു കൂരയ്ക്കകത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ പ്രായമായ എല്ലാ മനുഷ്യരുടെയും ചെറുപ്പകാലത്ത് ഒരമ്മയൊന്നുമല്ല, അമ്മയും ചിറ്റമ്മയും വല്യമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരപ്പനൊന്നുമല്ല, അമ്മാവനും വല്യച്ഛനും കൊച്ചച്ഛനും അപ്പൂപ്പനും ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ആകെയുള്ള അവൈലബിൾ സോഴ്സ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റിയോടെ കൊടുക്കുക. നമുക്ക് പണം കൊണ്ടല്ല കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, കുറേ കോച്ചിങ്ങിന് വിടുക, കുറേ ട്യൂഷന് വിടുക. അവർക്കൊക്കെ നിങ്ങളുടെ മക്കൾ നന്നാവണമെന്ന് എന്താഗ്രഹമാണ്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ആ സാധനങ്ങളെ ആയിരിക്കും കുട്ടികൾ സ്നേഹിക്കുന്നത്. സാധനങ്ങളുമായിട്ടാണ് അവർക്ക് റിലേഷൻഷിപ്പ് വരുന്നത്.
മനുഷ്യനെ കൊടുക്കുമ്പോഴാണ് മാനുഷികമായ തലത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഉയരുന്നത്. അല്പം മുമ്പ് ഒരമ്മ വിളിച്ച് ചോദിച്ചോളൂ, സാറേ ഒരു നല്ല മനുഷ്യനാക്കാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഗിവ് മോർ ക്വാളിറ്റി ടൈം. മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ അവരിൽ കൂടുതൽ മനുഷ്യൻ രൂപപ്പെടും. വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനില്ല. അത് ഗൂഗിളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, ChatGPT കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുട്ടികളെ ചെറിയ പ്രായം മുതൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ചൈൽഡിനെ രൂപപ്പെടുത്തിയെടുക്കണം. നിങ്ങൾ എത്ര പണമുള്ള ആൾക്കാരാണെങ്കിലും ചെറിയ പ്രായം മുതലേ അവരെ ജോലി ചെയ്യിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ജോലികൾ അവർക്ക് കൊടുക്കണം. എന്തെങ്കിലും ജോലി ചെയ്യാത്ത കുട്ടികളുടെയൊക്കെ ജീവിതം അവസാനം വരുമ്പോൾ നാനാവിധമായി പോകും. വിദേശ രാജ്യങ്ങളിലൊക്കെ എത്ര വലിയ മികച്ച പണക്കാരുടെ മക്കൾ പോലും അവരെല്ലാം ഒരു 14 വയസ്സാകുമ്പോൾ സ്വന്തമായിട്ട് പോയി ജോലി ചെയ്ത് പോക്കറ്റ് മണി ഉണ്ടാക്കി അവർക്ക് ആ പോക്കറ്റ് മണി വീട്ടിൽ ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല. ആ പോക്കറ്റ് മണി ഇല്ലെങ്കിലും അവർക്ക് കൊടുക്കാൻ പണമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതൊരു ഗ്രൂമിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഗുജറാത്തിലെ ബിസിനസ്സുകാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ ഒരുവിധം പ്രായമായി കഴിയുമ്പോൾ അവർ വളരെ സ്ട്രെയിനിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെ വിട്ട് അതിജീവിക്കാൻ പഠിപ്പിക്കും. പോയി ചെറിയ ബഡ്ജറ്റിലൊക്കെ ജീവിക്കാൻ അവരെ പഠിപ്പിക്കും. അങ്ങനെയാണ് അവർ ജീവിതം എന്താണെന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ കുറേ ലക്ഷറികളെല്ലാം ഇങ്ങോട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് അവസരം കൊടുത്താൽ അവരുടെ ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യില്ല. അവർക്ക് ആഡ്വേഴ്സിറ്റീസും ചാലഞ്ചസും ഒന്നും നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കൈകൊണ്ട് ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെ നമുക്ക് അതിനൊന്നും സാഹചര്യങ്ങളില്ലെങ്കിൽ ഇന്ന് അവധിക്കാലത്തൊക്കെ അത്തരം വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഓർഗനൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ലേഡിയാണ് വളരെ മനോഹരമായിട്ട് കുട്ടികളെ കിച്ചണിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. ഒരു ക്യാമ്പ് പോലെയാണ്, ഒരു 2 വീക്സ് പ്രോഗ്രാമാണ്. അവർ കിച്ചണിലെ ജോലികളെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതെല്ലാം വലിയ സൗകര്യങ്ങളൊക്കെയുള്ള വീട്ടിലെ കുട്ടികളാണ്. പക്ഷേ അവർക്ക് മാവിലൊക്കെ കൈ ഇടാനും പാത്രം കഴുകാനും വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഇതിലൂടെയൊക്കെ അവരുടെ കൈകൊണ്ട് ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്നു. അവർക്ക് കോർഡിനേഷൻ കിട്ടുന്നു. അവർക്ക് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അവർ കുറച്ചുകൂടെ സ്കിൽഫുൾ ആകുന്നു. കുറച്ചുകൂടെ അവർ ഹാപ്പി ആകുന്നു. അതുപോലെ ജോലികൾ മാത്രമല്ല, കളികൾ, ഫിസിക്കലായിട്ട് ഓടിയും ചാടിയുള്ള കളികൾ, എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും വോളണ്ടിയറിങ്, എന്തെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൂടെയും വർക്കിലൂടെയും ഒക്കെ കടത്തിവിടുകയും അവിടെയൊക്കെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും കയ്യും കാലും തലച്ചോറും ഒക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യണം. ഇത് ചുമ്മാ സ്ക്രീൻ ടൈം മാത്രം കൊണ്ട് ഒരു കുട്ടി ഡെവലപ്പ് ആവില്ല. അപ്പോൾ കുട്ടികൾ നാളെ വളരെ ഇഫക്റ്റീവായി മാറണമെങ്കിൽ ഇത്തരത്തിൽ കൈകൊണ്ട് ജോലി ചെയ്യാനൊക്കെ, അതുപോലെ അവരുടെ വർക്കുകളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ വർക്കുകളെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയും അതൊക്കെ നമ്മൾ പോയി കാണുകയും ഒക്കെ ചെയ്യുക. സ്കൂളുകൾക്കൊക്കെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ 6, 7, 8 ക്ലാസ്സുകളിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു. അവിടെ കാർപ്പൻട്രി, ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്, മെക്കാനിക് വർക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതിനുള്ള വലിയ വർക്ക്ഷോപ്പ് തന്നെ സ്കൂളിലുണ്ടായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്കൂളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുള്ള വർക്ക്ഷോപ്പ്, ബുക്ക് ബൈൻഡിങ് ഒക്കെ ഞങ്ങൾ തന്നെ പഠിച്ച് ഞങ്ങൾ ബുക്ക് ബൈൻഡ് ചെയ്യുമായിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സ്കൂളിലുണ്ടായിരുന്നു. അതൊക്കെ എത്ര പുരോഗമനപരമായ ചിന്ത ഏത് കാലത്ത് 80-കൾ 70-കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 70-കളിൽ അത്തരം പുരോഗമനമായി നിന്ന വിദ്യാഭ്യാസത്തെയാണ് ഇന്ന് കൊണ്ട് ടെസ്റ്റ് ട്യൂബിനകത്താക്കിയിരിക്കുന്നത്. ആലോചിച്ച് ചെയ്യൂ, കുട്ടികൾക്ക് ഒരു കഴിവുമില്ല. ഒരു പേപ്പട്ടി വന്നാൽ A+B² എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, അവൻ്റെ സ്ക്വയറെല്ലാം പട്ടി അടിച്ചുകൊണ്ട് പോകും. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പേരൻസ് അവൈലബിളും ആയിരിക്കണം, അപ്രോച്ചബിളും ആയിരിക്കണം. പല പേരൻസും അവൈലബിൾ അല്ല, പലരും അപ്രോച്ചബിൾ അല്ല. അവൈലബിൾ അല്ലാത്തതൊരു വലിയ ക്രൈമാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഇത് ഫാദറും മദറും തമ്മിൽ തീരുമാനിക്കണം. അവരവരുടെ ജോലിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. നമുക്ക് സൊസൈറ്റിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ബാങ്ക് തന്നെ എടുക്കാം. ബാങ്കിലൊക്കെ 7-8 മണിക്ക് 8 മണിക്കോ 9 മണിക്കൊക്കെയാണ് ബാങ്കിലുള്ള ജീവനക്കാരൊക്കെ വീടുകളിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 9 മണിക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി എന്താണ്, അവരുടെ ഫാമിലിയുടെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ ഒരു രാജ്യം ചിന്തിക്കണം. രാജ്യം ചിന്തിച്ച് തീരുമാനം എടുക്കണം. എത്ര മണിക്ക് വർക്ക് തുടങ്ങണം, എത്ര മണിക്ക് വർക്ക് അവസാനിപ്പിക്കണം.
ഇനി നിങ്ങൾക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യണോ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ, അവിടെ ഒരു ഫ്ലെക്സ് ടൈം കൊണ്ടുവരിക. ചിലരൊക്കെ രാവിലെ നേരത്തെ ജോയിൻ ചെയ്യുന്നു, ചിലരൊക്കെ ലേറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കുട്ടികളോടൊപ്പം അവൈലബിൾ ആകാൻ പേരൻസിന് അവസരം കിട്ടും. ഇങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ എല്ലാ ഇൻഡസ്ട്രികളും വർക്ക് ചെയ്യുന്നത്. എല്ലാ ഇൻഡസ്ട്രികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ ഹ്യൂമൻ പവറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഫാമിലി ഹാപ്പി ആയിരിക്കണം. ഫാമിലി ഹാപ്പി അല്ലെങ്കിൽ ഈ അമ്മയുടെ ആരോഗ്യവും അപ്പൻ്റെ ആരോഗ്യവും എല്ലാം തകരാറിലാവും, നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ആരോഗ്യം തകരാറിലാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഫാമിലികളെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആകുക എന്ന് പറയുന്നത്, രണ്ട് അപ്രോച്ചബിൾ അല്ല. പല പേരൻറ്റും സൈക്കോളജിക്കൽ ഇമോഷണൽ ഇഷ്യൂസ് ഉള്ളവരാണ്. അവരുടെ അടുത്തോട്ട് ചെല്ലാൻ കുട്ടികൾക്ക് മനസ്സില്ല, സന്തോഷമില്ല. ഇന്ന് തന്നെ ഒരു ഫാദർ എന്നെ വിളിച്ച് പറഞ്ഞാൽ അവൾ യാതൊരു കാര്യവും എന്നോട് സംസാരിക്കത്തില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പ്രിയ പിതാവേ, ഈസ് ഇറ്റ് എ ഫോൾട്ട് ഓഫ് ദ ചൈൽഡ് ഓർ ദ ഫാദർ? നമ്മളോടൊരു കുട്ടി ഒന്നും പറയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പൊക്കെ പറഞ്ഞപ്പോഴുള്ള കുട്ടിയുടെ അനുഭവം കൊണ്ടാണ്. നമ്മൾ വളരെ ജഡ്ജ്മെൻറ്റലായിട്ടും ക്രിറ്റിക്കലായിട്ടും കുറ്റപ്പെടുത്തിയും ഒക്കെയാണ് ഓരോ കാര്യത്തോടും അവരോട് ഇടപെടുന്നതെങ്കിൽ പതുക്കെ അവർ നമ്മളിൽ നിന്ന് അകലും. മാത്രമല്ല, ഈ കുട്ടികളൊക്കെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി അൺസേഫായിട്ടുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കൂട്ടുകൂടുകയും ഇതൊക്കെ വെൻറ്റിലേറ്റ് ചെയ്യുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ വലിയ ട്രബിളിൽ വരും. ഇപ്പം നമ്മൾ അവൈലബിളാണ്, അതിനേക്കാളും പ്രധാനമാണ് നമ്മൾ അപ്രോച്ചബിളാണോ എന്നുള്ളത്. അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ്, ഒരു IT എഞ്ചിനീയർ എന്നോട് പറഞ്ഞാണ്, അമ്മയാണ്, കുട്ടികൾക്ക് വേണ്ടി ജോലിയെല്ലാം കളഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി വീട്ടിലിരുന്നു. എന്നിട്ട് പോലും കുട്ടികൾക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ആ ജോലിയെല്ലാം പോയതിൻ്റെ ഇറിറ്റേഷനും, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതമെല്ലാം ഇങ്ങനെ ആയെന്നുള്ള ഒരു കംപ്ലൈൻറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇറിറ്റൻ്റായിട്ടൊരു ക്യാരക്ടറായിട്ടാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അപ്രോച്ചബിൾ അല്ല. കുട്ടികൾക്ക് അത്തരം ഒരാളുടെ അടുത്ത് പോകാനും സംസാരിക്കാനും ഒന്നും തോന്നില്ല. നമ്മൾ ആരുടെ അടുത്താണ് കൂടുതലും പോയി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, വളരെ ജോവിയലായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്. ഇപ്പോൾ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മളിൽ ഈ ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യണം. എപ്പോഴും അങ്ങനെ സന്തോഷമായിട്ടിരിക്കണമെന്നൊന്നും അല്ല പറയുന്നതിൻ്റെ, പക്ഷെ ഒരു ജനറൽ സ്റ്റേറ്റ് ഓഫ് അഫെയർ മസ്റ്റ് ബി പോസിറ്റീവ് ആൻഡ് ഹാപ്പി, എങ്കിലേ നമ്മുടെ അടുത്ത് കുട്ടികളൊക്കെ വരുള്ളൂ. പക്ഷെ ഇതില്ലാത്ത കുട്ടികൾ അവർ സ്ട്രോങ് ആവില്ല, അവർ ഷെയ്ക്കി ആയിട്ട് വളർന്നു വരും. അപ്പം നല്ല അത്തരം അവൈലബിളും അപ്രോച്ചബിളും ആയിട്ടുള്ള പേരൻസിൻ്റെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ദെയർ മെമ്മറീസ്. ഇതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വീണ്ടും അതൊന്ന് റീട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇൻവെസ്റ്റ് ഇൻ ദെയർ മെമ്മറീസ്. അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ ഓർമ്മകൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഓർക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ, ചില സംസ്കാരങ്ങളിലൂടെ, ചില യാത്രകളിലൂടെ, ചില ബന്ധങ്ങളിലൂടെ ഒക്കെ അവരുടെ ഓർമ്മകളെ റിച്ചറാക്കാനായിട്ട് ശ്രമിക്കുക. കസിൻസിനെ എല്ലാം വിളിച്ച് വീട്ടിലൊരു 2-3 ദിവസമൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ നടത്തി. ഇപ്പം ഇച്ചിരി മെനക്കേടാണ്. എല്ലാവരെയൊക്കെ വിളിച്ചു, എല്ലാവർക്കും വേണ്ട സ്ഥലമൊന്നും വീട്ടിൽ തികയത്തില്ല, ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടവർ. ഇതൊക്കെയാണെങ്കിൽ പോലും വെൻ യു ഗ്യാദർ ടുഗദർ ആൻഡ് യു ക്രിയേറ്റ് പോസിറ്റീവ് മൊമെൻറ്റ്സ്, ഇതെല്ലാം അവരുടെ മെമ്മറിയിൽ എന്നും നിൽക്കും. നമ്മളിച്ചിരി മെനക്കെട്ട് ചില ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, ഓരോ സീസണലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, മെനക്കെട്ട് നമ്മൾ യാത്ര ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഇതൊക്കെ അവരുടെ മെമ്മറിയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ പോലെ വളരെ റിച്ചായിട്ടുള്ള ഒരാളാണ് പറഞ്ഞ്, ഞങ്ങൾ ട്രെയിനിൽ കുറേ യാത്ര ചെയ്തു. അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ട്രെയിനിൽ അങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്ത അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൽ ഒരു തീരദേശത്തിലെ ഒരു ഗ്രാമത്തിലൂടെ അവർ പോയി. ആ തീരദേശത്തിൽ ചില പ്രത്യേകതര ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കഴിച്ചു. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള പല കൾച്ചറുമായിട്ട് അവർ മിങ്കിൾ ചെയ്തു, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തു. ദാറ്റ് ഈസ് എ വെരി എക്സലൻറ്റ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനമായ കാര്യങ്ങളാണ്. നമുക്ക് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ മെമ്മറീസിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു അഡ്വഞ്ചറിന് പോയി അവരുടെ മെമ്മറിയിൽ അതെന്നും ഓർക്കും. എൻ്റെ മോൻ ഇപ്പോഴും പറയും, അത് ഒരു മല കയറാൻ പോയി, അവൻ്റെ കസിൻ്റെ കൂടെ ഒരു മല കയറാൻ പോയത്.
അതിന് അത് അവനെ സംബന്ധിച്ച് മലയൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. എന്നിട്ട് പോലും അതിന് വിട്ടു, അവൻ പോയി. അവൻ്റെ കസിൻ അത് ആ ചലഞ്ച് ഏറ്റെടുത്ത് അവനെയും കൊണ്ടത് പോയി. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് അവരുടെ മെമ്മറീസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, അവരെത്ര പ്രായമാകുമ്പോഴും ഈ ഓർമ്മകൾ അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ഈ ഓർമ്മകൾ തേടി നമ്മളിലേക്ക് അവർ തിരിച്ചു വരും. പേരൻസുമായിട്ടുള്ള ബന്ധം അന്വേഷിച്ച് വരുന്നത് പലപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾ പേരൻസിനെ കാണാൻ വരുന്നില്ല, നാട്ടിലേക്ക് വരുന്നില്ല, വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രധാന കാരണം? അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഓർമ്മകളൊന്നും അവരെ സ്വാധീനിച്ചിട്ടില്ല. നേരെ മറിച്ച് നല്ല ഓർമ്മകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവരിതൊക്കെ അന്വേഷിച്ച് എത്ര പ്രായമായാലും തിരിച്ചു വരികയും അത് അവരുടെ ജീവിതത്തിൽ നമ്മളുമായിട്ടുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ആൻഡ് ഫൈനലി ഗിവ് ദം മോർ ഓപ്പർച്യൂണിറ്റീസ്, മോർ എക്സ്പോഷർ, മോർ അവന്യൂസ് ടു എക്സ്പെരിമെൻറ്റ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ. കാരണം നാളെ ഇനി എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വെല്ലുവിളികൾ നമുക്കറിയില്ല. അപ്പോൾ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക. ഒരു ലിമിറ്റഡ് വേൾഡിൽ അവരെ ഒതുക്കി നിർത്താതെ കൂടുതൽ എക്സ്പോഷർ കഴിയുന്നത്ര അവർക്ക് കൊടുക്കുക. കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും വൈഡായിട്ടുള്ളൊരു വേൾഡ് അവർക്ക് കാണിച്ചു കൊടുക്കുക. അവർക്ക് ചുറ്റുമുള്ള ലോകമൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കുക. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അവർക്ക് മാറാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ അവർ പ്രിപ്പയർഡ് ആവും. ആൻഡ് പ്രിപ്പറേഷൻ ലീഡ്സ് ടു കോൺഫിഡൻസ്. ഈ രീതിയിലൊക്കെ അവരെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചൈൽഡ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നൊരു കുട്ടിയെ ആ കുട്ടിയുടെ ടാലൻറ്റും ആ കുട്ടിയുടെ എബിലിറ്റീസും ഒക്കെ വെച്ചുകൊണ്ട്, ആ കുട്ടിയുടെ റിസോഴ്സസിനെ വെച്ചുകൊണ്ട് അതിനെ എത്ര ബെസ്റ്റായിട്ട് നമുക്ക് ലോകത്തിന് കൊടുക്കാം. ദാറ്റ്സ് ഓൾ അവർ ജോബ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. കൂടുതൽ പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഇതിനെ എൻകറേജ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങുമായിട്ടൊക്കെ വളരെ ഓടി നടക്കുന്നൊരു സമയമാണ്. എന്നാലും അതിനിടയിലൊക്കെ ഇത്തരത്തിൽ ഉള്ള വീഡിയോസ്, പ്രത്യേകിച്ച് ഈ ടോപ്പിക്കുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് കുട്ടികൾ അവധിക്ക് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഈ കുട്ടികളുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാൻ കൂടുതൽ സമയമുള്ളത് കൊണ്ടുമാണ്. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.